ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോർമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2 ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് ഇന്നത്തെ ന്യൂസ് പേപ്പറും ഇന്നലത്തെ ന്യൂസ് പേപ്പറും. നമുക്ക് പെട്ടെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എഡിറ്റോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഹിന്ദുവിലെ മൺഡേയിലെ ഹിന്ദു ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ എഡിറ്റോറിയൽ ലിമിറ്റ് ആൻഡ് എക്സസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ അത് എന്താണെന്ന് വെച്ചാൽ പാറ്റ്ന ഹൈക്കോർട്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വിധിയെ കുറിച്ചാണ്. പാറ്റ്ന ഹൈക്കോർട്ട് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ഹൈക്കോർട്ടുകളും സുപ്രീം കോർട്ടും ഒക്കെ പലപ്പോഴും ഈ ഒരു കാര്യം റീഇറ്ററേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ് റിസർവേഷൻ ഈസ് 50%. റിസർവേഷൻ ഹാസ് ടു ബി ലിമിറ്റഡ് in 50%. After that, beyond that 50%, if some government gives a reservation, then definitely it will be unconstitutional. പക്ഷേ നിതീഷ് കുമാറിന്റെ ബീഹാറിലെ ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഒരു കാസ്റ്റ് സർവേ നടത്തി. അന്ന് വലിയ ന്യൂസ് ആയത് ബീഹാർ ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു കണ്ടക്ട് എ കോംപ്രഹെൻസീവ് കാസ്റ്റ് സർവേ. അപ്പൊ ഈ കാസ്റ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ കുറെ കൺക്ലൂഷൻസ് കണ്ടെത്തി. അവിടെ ജനറൽ പോപ്പുലേഷൻ കുറവാണെന്നും OBC, അതുപോലെ EBC മീൻസ് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, SC ST പോപ്പുലേഷനൊക്കെ ആനുപാതികമായിട്ടുള്ള റെപ്രസെന്റേഷൻ അവരുടെ എഡ്യൂക്കേഷനിലും അതുപോലെ എംപ്ലോയ്മെന്റിലും, ഈ റിസർവേഷൻ 2 കാര്യങ്ങളാണല്ലോ, ഒന്ന് എഡ്യൂക്കേഷനിലും വേറൊന്ന് എംപ്ലോയ്മെന്റിലും കിട്ടുന്നില്ല എന്ന് കണ്ടെത്തി. അപ്പൊ ഫസ്റ്റ് കോംപ്രഹെൻസീവ് കാസ്റ്റ് സർവേ വാസ് കണ്ടക്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് കാസ്റ്റ് സർവേ the legislative assembly framed a new rule to enhance the reservation from the existing 50% limit to 65%. അപ്പൊ ഇത് എങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. മുമ്പ് OBC റിസർവേഷൻ അവിടെ 12% ആയിരുന്നു, അവർ 18% ആയിട്ട് കൂട്ടി. EBC റിസർവേഷൻ, അതായത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസ് കമ്മ്യൂണിറ്റീസിന് കൊടുത്ത റിസർവേഷൻ 18% ആയിരുന്നു, 25% കൂട്ടി. ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൊടുത്ത റിസർവേഷൻ 16% 20% കൂട്ടി. ഷെഡ്യൂൾഡ് ട്രൈബിന് കൊടുത്തിരുന്ന റിസർവേഷൻ 1% 2% കൂട്ടി. അപ്പൊ ടോട്ടൽ റിസർവേഷൻ 65%. ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല് സ്വാഭാവികമായിട്ടും ജനറൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പെറ്റീഷനേഴ്സ് കോർട്ടിൽ പോകുമ്പോഴത്തേക്ക് ഗവൺമെന്റ് എടുത്ത നിലപാട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ റിസർവേഷൻ കൂട്ടിയതാണ്. പ്രൊപ്പോർഷനേറ്റ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പോപ്പുലേഷൻ അവർ കാസ്റ്റ് അനുസരിച്ച് യഥാർത്ഥ പോപ്പുലേഷൻ കണ്ടെത്തി ഓരോ ജാതിയുടെയും, അപ്പൊ അതനുസരിച്ചായിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇക്വാലിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിസർവേഷൻ എൻഹാൻസ് ചെയ്യണം. ദാറ്റ്സ് വൈ വി ഇൻക്രീസ് റിസർവേഷൻ ഫ്രം 50% to 65% എന്നാണ് അവർ കോർട്ടിൽ ആർഗ്യൂ ചെയ്തത്. പക്ഷേ 1992 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിധിയുണ്ട്, ഒരു കേസ് ഉണ്ട്, ഇന്ദിരാ സാവ്നി കേസ് എന്ന് പറഞ്ഞ കേസ് 1992. അതില് സുപ്രീം കോടതിയുടെ ഒരു 9 ജഡ്ജ് ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രൊപ്പോർഷനേറ്റ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നതിന്. ഇവിടെ അവർ പറയുന്നുണ്ട് the adequate representation does not meet proportionate representation as clarified in the famous 9 judge verdict in Indira Savni case. 1992 ഇന്ദിരാ സാവ്നി കേസിലെ വിധി സുപ്രീം കോടതി പറഞ്ഞ 9 ജഡ്ജ് ബെഞ്ചാണ് ആ കേസ് വിധിച്ചത്. അഡ്വക്കേറ്റ് റെപ്രസെന്റേഷൻ ആണല്ലോ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് റെപ്രസെന്റേഷൻ കൊടുക്കാനാണ്. അഡ്വക്കേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിസർവേഷൻ കൊടുക്കുന്നത്. അഡ്വക്കേറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അല്ല, അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് റെപ്രസെന്റേഷൻ അല്ല എന്ന് 1992 വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ദിരാ സാവ്നി കേസിലെ 9 ജഡ്ജ് ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അറ്റംപ്റ്റ് ഈ 50% റിസർവേഷൻ എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാൻ ആര് നടത്തിയാലും, ഏത് ഗവൺമെന്റ് നടത്തിയാലും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും 1992 ഇന്ദിരാ സാവ്നി കേസിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. പക്ഷേ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ ഹിന്ദുവിൻ്റെതായ അഭിപ്രായം പറയുന്ന വെച്ചാൽ ഇങ്ങനെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സീലിംഗ് 50% എന്നുള്ളതിൽ കോടതികൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് ശരിയല്ല. ഇന്ദിരാ സാവ്നി കേസിൽ വരെ അവര് ഒരു എക്സംഷൻ പറയുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ ഈ ഒരു 50% ലിമിറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റിപ്പുലേഷൻ ബ്രീച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ അവർ പറയുന്നത് റിമോട്ട് ഓർ ഫാർ ഫ്ലങ് ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാർ, അവർക്ക് പല റീസൺസ് കൊണ്ട് അവർക്ക് അഡിക്വേറ്റ് ആയുള്ള റെപ്രസെന്റേഷൻ ചിലപ്പോൾ നമ്മളുടെ എംപ്ലോയ്മെന്റിൽ എഡ്യൂക്കേഷനിൽ കിട്ടുന്നില്ലായിരിക്കാം. അപ്പൊ അവർക്ക് റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്
റിമോട്ട് ആൻഡ് ഫാർ ഫ്ലങ് ഏരിയാസിലുള്ള ആൾക്കാർക്ക് റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 50% ലിമിറ്റ് ബ്രീച്ച് ചെയ്താലും പ്രോബ്ലം ഇല്ലെന്നൊരു എക്സംഷൻ ഇന്ദിരാ സാവ്നി കേസ് എന്ന് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു അടിസ്ഥാനത്തിലും ബീഹാർ ക്വാളിഫൈ ആവത്തില്ലല്ലോ. അപ്പോൾ അത് ആ ഒരു അടിസ്ഥാനത്തിൽ ബീഹാർ ക്വാളിഫൈ ആവത്തില്ല. അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത്, പാറ്റ്ന ഹൈക്കോടതി റിജക്ട് ചെയ്തത്. പക്ഷേ ഇവർ പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെന്റ് പാരാമീറ്റേഴ്സിൽ എല്ലാത്തിലും ഇന്ത്യയിൽ ഏറ്റവും ബാക്ക്വേർഡ് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ബീഹാറാണ്. അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് പാരാമീറ്റേഴ്സിൽ എല്ലാത്തിലും ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിലും ഇതുപോലൊരു എക്സംഷൻ ഈ ഇന്ദിരാ സാവ്നി കേസിൽ ഈ ഫാർ ഫ്ലങ് ഏരിയാസിലും ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ റിമോട്ട് ഏരിയാസിലുള്ള ആൾക്കാരെ കൊടുത്തേക്കുന്ന പോലെ കൊടുത്തുകൊണ്ട് ഈ റിസർവേഷൻ സീലിംഗ് എൻഹാൻസ് ചെയ്യേണ്ട ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത് അവർ പറഞ്ഞത്. പക്ഷെ എനിക്കിതിൽ മനസ്സിലാത്തൊരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് ബ്രേക്ക്, ആ ഒരു സംഭവം നമുക്ക് അതിനെ ഓവർകം ചെയ്തുകൊണ്ട്, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റോ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവർ പറഞ്ഞേക്കുന്ന എഡിറ്റോറിയലിന്റെ എൻഡിൽ അവർ പറഞ്ഞേക്കുന്ന ബീഹാറിലെ റിസർവേഷൻ എൻഹാൻസ് ചെയ്യണമെന്നാണ്. കോടതി അത് അനുവദിക്കണമായിരുന്നതാണ്. കോടതിക്ക് എങ്ങനെ അനുവദിക്കാൻ പറ്റും? കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റിപ്പുലേഷൻസിന്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ കോടതി എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദർ ഷുഡ് ബി എ പാർലമെന്ററി legislation to amend our constitutional limit of 50%. There should be a constitutional amendment by the government of India, by the Parliament of India. Then only this reservation limit can be enhanced from the 50% to 65% or 70%, whatever the government likes. ആ ഒരു രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വേണ്ടേ? അതല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അത് കോടതിക്ക് അനുവദിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായില്ല. ഹിന്ദു അവസാനം അത് കോടതി പെർമിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ ആക്ച്വലി വലിയ ആവശ്യമൊന്നുമില്ലാത്ത എഡിറ്റോറിയലാണ്. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് മാത്രം താല്പര്യമുള്ളവർ വായിച്ചോളൂ. ആ ഒരു എഡിറ്റോറിയൽ വായിച്ചാലും കുഴപ്പമില്ല. സാധാരണ ഞാൻ കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് റീഡിംഗ് സ്കിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വായിക്കാൻ പറയുന്നത്. ഈ രണ്ടാമത്തെ എഡിറ്റോറിയൽ ആക്ച്വലി ഒരു യൂസ്ലെസ് എഡിറ്റോറിയൽ അല്ല. യഥാർത്ഥത്തിൽ ഇതിൽ പറയുന്ന കാര്യം, DMK എന്ന് പറയുന്ന പാർട്ടിയാണ് തമിഴ്നാട് ഭരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ വരാൻ പോയാണ്. ആ ബൈ ഇലക്ഷനിൽ DMKയുടെ ഏറ്റവും വലിയ ഒപ്പോണന്റും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ പാർട്ടിയുമായ AIDMK മത്സരിക്കുന്നത്. AIDMK മത്സരിക്കാത്ത കാര്യം, എപ്പോഴും തമിഴ്നാടിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ബൈ ഇലക്ഷൻസ് വരുമ്പോൾ റൂളിംഗ് പാർട്ടി അൺഫെയർ മീൻസ് ഉപയോഗിച്ച് ഒരുപാട് മണിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ആൾക്കാരുടെ ഇടയിൽ മണിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതുപോലുള്ള പരിപാടികൾ ഉപയോഗിച്ച് ഇലക്ഷൻസ് എപ്പോഴും വിൻ ചെയ്യുന്നത്. അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഈ എഡിറ്റോറിയൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഈ ഇലക്ഷൻ DMK അൺഫെയർ മീൻസ് ഉപയോഗിച്ച് ജയിക്കത്തേ ഉള്ളൂ, അപ്പൊ ഞങ്ങളിത് മത്സരിക്കുന്നവർ പിന്മാറി. അപ്പൊ അതുകൊണ്ട് ഇപ്പം അവിടെ NDA കാൻഡിഡേറ്റും BJP നേതൃത്വം കൊടുക്കുന്ന NDA കാൻഡിഡേറ്റും DMK തമ്മിൽ മത്സരം നടക്കാൻ പോകണം. പക്ഷെ ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു പാർട്ടി അതിൽ നിന്ന് മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് നടത്തി റൂളിംഗ് പാർട്ടി ജയിക്കുക എന്നുള്ള പേരിൽ തമിഴ്നാട്ടിൽ പലപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ പരാജയം സംഭവിച്ചിട്ടുള്ളത്. കാര്യം ചില കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഇലക്ഷൻ തന്നെ ഒരു മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ ഭയങ്കരമായിട്ടുള്ള മണി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ തടയാൻ വേണ്ടി എടുക്കേണ്ട നടപടികളെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊരു ലോക്കൽ ഇഷ്യൂ ആണ്, എന്നാലും ഇതൊരു നാഷണൽ പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക സെക്കൻഡ് എഡിറ്റോറിയൽ. ഓക്കെ, തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു ബൈ ഇലക്ഷൻ, അതിൽ നിന്ന് AIDMK ഒപ്പോസിഷൻ പാർട്ടി പിന്മാറി DMK അൺഫെയർ മീൻസ് ഉപയോഗിച്ച് ആ ഇലക്ഷൻ ജയിക്കുക എന്നുള്ള പേരിൽ. അപ്പം അൺഫെയർ മീൻസ് ഉപയോഗിച്ച് ഒരു പാർട്ടി ഒരു ഇലക്ഷൻ ജയിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പരാജയമാണ്. അൺഫെയർ മീൻസ് എന്ന് ഉദ്ദേശിച്ചത് അവിടുത്തെ ആൾക്കാർക്ക് പണം കൊടുത്ത് ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എങ്ങനെ നേരിടണം എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇനി ഇതിൽ ആർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ, പാർലമെന്റ് ചേഞ്ച് ബെഞ്ച് സ്ട്രെങ്ത് സ്പെൽ മോർ ഹോപ്പ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. അപ്പൊ അത് ഒരു ആർട്ടിക്കിളാണ്. അത് യഥാർത്ഥത്തില് ഇന്ന് പാർലമെന്റിന്റെ പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ, ജൂൺ 24 ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ടൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഈ ഒരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. അപ്പൊ പാർലമെന്റിൽ ഇപ്പൊ ബെഞ്ച് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന വെച്ചാൽ, മുമ്പ് റൂളിംഗ് പാർട്ടിക്ക് ബ്രൂട്ടൽ മെജോറിറ്റി ഉണ്ടായിരുന്നു ലോക്സഭയിൽ. 18th ലോക്സഭ നിലവിൽ വന്നപ്പോൾ ഇതൊരു കോalition ഗവൺമെന്റ് ആയിട്ട് മാറി. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, അതായത് ഒപ്പോസിഷൻ പാർട്ടീസിന് കൂടുതൽ റെപ്രസെന്റേഷൻ കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ബിൽസ് ഒക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പം പല ബില്ലുകളും പ്രോപ്പറായിട്ട് മുമ്പ് ഡിസ്കഷൻ ഇല്ലാതെയാണ് പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ടിരുന്നത്.
പലപ്പോഴും ഒപ്പോസിഷനെ കംപ്ലീറ്റ്ലി സ്റ്റീം റോൾ ചെയ്തുകൊണ്ട് റൂളിംഗ് പാർട്ടിയായ BJP അവരുടെ വിഷ് അനുസരിച്ച് ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ടിരുന്നു. ഇനി അതൊന്നും അത്രത്തോളം പോസിബിൾ ആയിരിക്കത്തില്ല. യഥാർത്ഥത്തിൽ അവിടെ പാർലമെന്റിൽ ഒരു സംവിധാനമുണ്ട്, ഈ കമ്മിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ബിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ പാർട്ടി മെമ്പേഴ്സ്, അതായത് ഒപ്പോസിഷൻ പാർട്ടീസും കാണും, ഇവരെല്ലാം കൂടെ ഉള്ള റൂളിംഗ് പാർട്ടി ഒപ്പോസിഷൻ പാർട്ടിയൊക്കെ ഉള്ള കമ്മിറ്റീസിലേക്ക് ബിൽസ് സെൻഡ് ചെയ്തിട്ട് അവരതിൽ സ്റ്റഡി ചെയ്തിട്ട് അവർ സജഷൻസ് പറയും. ആ സജഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് പാർലമെന്റിൽ പിന്നെ ഈ നിയമം പാസ്സാക്കുകയൊക്കെ ചെയ്യുന്നത്. അത് BJP റൂൾഡ് ഗവൺമെന്റ് വന്നതിന് ശേഷം അതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ ഇനി ചിലപ്പോൾ വീണ്ടും തുടങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം കോalition പൊളിറ്റിക്സ് അല്ലേ, ഇപ്പൊ കോalition ഗവൺമെന്റ് അല്ലേ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പം നിലവിൽ വന്നേക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഓവർടോൺ ഉള്ള ഒരു എഡിറ്റോറിയലാണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു discuss that in detail because it is majorly a political article. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് ഒക്കെ അത് ഡിസ്കസ് ചെയ്യുന്ന കുറവാണ്. മെയിൻലി അതൊരു പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തത്. നമുക്ക് പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് അല്ല വേണ്ടത്. ഇനി താഴോട്ട് വരുമ്പോൾ ക്രിയേറ്റ് ദ സ്പേസ് ഫോർ ഗവേണൻസ് വിത്ത് എ ഗ്രീൻ ഹാർട്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ക്രിയേറ്റ് ദ സ്പേസ് ഫോർ ഗവേണൻസ് വിത്ത് എ ഗ്രീൻ ഹാർട്ട് എന്ന എഡിറ്റോറിയൽ ആക്ച്വലി എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ ആണെങ്കിലും അതും ഒരു വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ എപ്പോഴും വായിൽ വരുന്ന എഡിറ്റോറിയൽ എന്നാണ്, ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ആർട്ടിക്കിൾ എന്നാണ്. അപ്പം ഇത് ഒരു എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് നമുക്ക് പറയാമെന്നല്ല ആണ്. പക്ഷേ ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഹിന്ദുവിൽ പലപ്പോഴും ഒരുപാട് ആർട്ടിക്കിൾസ് ഈ എഡിറ്റോറിയൽ പേജിലും ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിലും ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലും എൻവയോൺമെന്റിനെ കുറിച്ച് വരാറുണ്ട്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്. ഈ എൻവയോൺമെന്റിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും മാത്രമല്ല ഇതുവരെ വന്നിട്ടുള്ള ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് ഇവിടെ. എന്നാലും ഞാനത് ഓടിച്ചെന്ന് പറയാം. ഇവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന്. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. കഴിഞ്ഞ 2 മോഡി ഗവൺമെന്റുകളും എൻവയോൺമെന്റിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഡെവലപ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ആർട്ടിക്കിളിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം വരാൻ വന്നത് കോalition ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ആ ഒരു ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കാൻ ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എന്താ പറയുക, ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ്, അതാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഹൈവേസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പവർ പ്ലാന്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം പലപ്പോഴും എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രോപ്പറായിട്ട് നടത്താത്തതുകൊണ്ട് ഏത് പ്രോജക്റ്റ് നടപ്പാക്കിയാലും EIA നടപ്പാക്കണം എന്നൊരു സ്റ്റിപ്പുലേഷൻ ഉണ്ട്. EIA മീൻസ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. EIA എന്താണ്? എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. എൻവയോൺമെന്റിന് ആ പ്രോജക്ട് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളതാണ് EIA എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. ഈ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മിയർ ഐവാഷ് പോലെ, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില സംഭവങ്ങളൊക്കെ ടിക്ക് ചെയ്യാൻ കാണുന്നത്, നമ്മൾ വെറുതെ ടിക്ക് ചെയ്ത് പോകുന്ന പോലെ ടിക്ക് ചെയ്യാനുള്ളൊരു കോളം മാത്രമായി മാറി ഈ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അത് പ്രോപ്പർലി ഒന്നും നടത്താത്തത് കൊണ്ട് പല പ്രോജക്റ്റുകളും എൻവയോൺമെന്റിന് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നാ അവർ പറഞ്ഞു. അതിനവരൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ചാർദം പ്രോജക്ട് എന്ന് പറഞ്ഞ പ്രോജക്ട്. ചാർദം പ്രോജക്ട് എന്ന് പറഞ്ഞ ഇത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചാർദം പ്രോജക്ട് എന്ന് പറയുന്നത്, ഈ ചാർദം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹിന്ദുയിസമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ചാർദം ഇത് ഹിന്ദുയിസത്തിന് 4 ടെമ്പിൾസിനെയാണ് ചാർദം എന്ന് പറയുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്. ഇത് 4 ഉത്തരാഖണ്ഡിലാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഹില്ലി സ്റ്റേറ്റായ ഉത്തരാഖണ്ഡിലാണ് ഈ 4 ക്ഷേത്രങ്ങൾ. കേദാർനാഥ്, ബദരീനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഈ 4 ക്ഷേത്രങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ആണ് ചാർദം പ്രോജക്ട് എന്നറിയപ്പെടുന്നത്. ഇതിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ ഒരുപാട് നടത്തിയെന്നാ പറയുന്നത്. പക്ഷേ ഈ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ നടത്തുന്നതിൽ കുറെ കള്ളത്തരങ്ങളൊക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റിനും അല്ലെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനും സ്യൂട്ട് ആവുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയത്. അതിനെക്കുറിച്ചൊക്കെ മുമ്പ് ആർട്ടിക്കിൾ വന്നിട്ടുള്ളതാണ്. ആക്ച്വലി ഈ പ്രോജക്റ്റ് ആസ് എ ഹോൾ ആയിട്ട് EIA നടത്താതെ, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്താതെ ഇതിനെ പീസ്മീൽ ആയിട്ട് എടുത്താണ് അവർ EIA നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ EIA വേണമെങ്കിൽ വെള്ളം ചേർത്തു എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഉണ്ടായത്. ഈ
അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് അവിടെ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ ചാർദ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്തു. ആ ടണൽ പൊളിഞ്ഞു വീണു. അതിന്റെ അകത്ത് ആൾക്കാർ പെട്ടുപോയി. ദിവസങ്ങളോളം ശ്രമിച്ചിട്ടാണ് അതിലുള്ള ആൾക്കാരെല്ലാം പുറത്തെത്തിക്കാൻ പറ്റിയത്. ഒരാൾ പോലും മരിച്ചൊന്നുമില്ല. പക്ഷേ ഇത് EIA പോലുള്ള സംഗതികൾ, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പോലുള്ള സംഗതികൾ ഈവൻ ഹിമാലയൻ റീജിയനിൽ പോലും, ഈ ചാർദം പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ഹിമാലയൻ റീജിയനിലാണ് നടക്കുന്നത്, ഹിമാലയൻ റീജിയനിൽ പോലും ഒരു വഴിപാട് പോലെ നടത്തുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഈ പറയുന്നുണ്ട്. ഈ പ്രോജക്ട് ആക്ച്വലി ചാർദം പ്രോജക്ട് സുപ്രീം കോടതിയിൽ അതിന്റെ എൻവയോൺമെന്റ് ഇമ്പാക്ട് മൂലം ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അന്ന് ഗവൺമെന്റ് അവിടെ എടുത്ത സ്റ്റാൻഡ്, അത് ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷെ സ്റ്റാൻഡ് ഈ ഉത്തരാഖണ്ഡ് അതിർത്തിക്ക് അപ്പുറം ചൈനയാണ്. ചൈന നമ്മളുടെ ഉത്തരാഖണ്ഡ് അതിർത്തിയുമായിട്ട് ചേർന്ന് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ അവർക്ക് അവിടെ വലിയ റെയിൽവേസും ഹൈവേസും ഒക്കെ ഉണ്ട് നമ്മളുടെ അതിർത്തിയിലേക്ക് അവരുടെ സോൾജിയേഴ്സിന് അവർക്ക് മൊബിലൈസ് ചെയ്യാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഈസ് ലാക്കിംഗ് സച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ടു മൊബിലൈസ് അവർ ഫോഴ്സസ് ഇൻ ദി ഉത്തരാഖണ്ഡ് border area. And it will impact our national security. So it is a project very much linked to our national security എന്നാണ് സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാൻഡ് എടുത്തത്. അപ്പൊ സുപ്രീം കോടതിക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഇത് പറയുന്നില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതില് വേറൊരു കാര്യം, കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമ്മളുടെ ഫോറസ്റ്റ് കവറിനെ കുറിച്ച് പറയുന്നത്, പെർ ക്യാപിറ്റ ഫോറസ്റ്റ് കവർ. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ, ഇപ്പൊ ഞാൻ ഇന്ത്യയിലെ പോപ്പുലേഷനിൽ ഒരാളാണ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നമ്മളുടെ പോപ്പുലേഷനിൽ ഓരോ ആൾക്കാരാണ്. ഈ പെർ ക്യാപിറ്റ ഫോറസ്റ്റ് കവർ എടുത്താൽ ഒരാളിന് 28 ട്രീസ് ഇന്ത്യയിലുള്ളൂ. ഒരാളിന് 28 ട്രീസ്. അതേ സമയത്ത് വലിയ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യമായ ചൈനയിൽ 130 ട്രീസും കാനഡയിൽ 8,953 ട്രീസും ഉണ്ട്. പക്ഷെ കാനഡയുടെ എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാനഡ ഇസ് എ വെരി വെരി ബിഗ് കൺട്രി. ഇറ്റ് ഈസ് ഏരിയ വൈസ് ബിഗർ ദാൻ ഇന്ത്യ. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ പോപ്പുലേഷൻ ഓഫ് കാനഡ ഈസ് വെരി വെരി ലെസ്. അതുകൊണ്ട് തന്നെ അവിടെ പെർ ക്യാപിറ്റ ട്രീ അവർക്ക് അവിടെ ഭയങ്കരമായിട്ട് കാണും. അത് നമ്മൾ കൂട്ടണ്ട. പക്ഷെ ചൈന അങ്ങനെയല്ലല്ലോ. ചൈന വലിയ രാജ്യമാണ് ഇന്ത്യയെക്കാളും, പക്ഷെ സ്റ്റിൽ പോപ്പുലേഷനൊക്കെ ഇന്ത്യയുടെ കമ്പാരബിൾ പോപ്പുലേഷനാണ്. പക്ഷെ അവർക്ക് പോലും ഇന്ത്യയുടെ ഏതാണ്ട് 5 ഇരട്ടി പിന്നീട് പെർ ക്യാപിറ്റ ട്രീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈവൻ ഈ പെർ ക്യാപിറ്റ ട്രീ 28 ഉള്ളപ്പോൾ പോലും നമ്മൾ ഈ ഫോറസ്റ്റ് ഏരിയയുടെ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൊക്കെ കുറെ കള്ളത്തരങ്ങൾ അവിടെയും ചെയ്യുന്നുണ്ട്. ഈവൻ പ്ലാന്റേഷൻസ് പോലും നമ്മളുടെ ഫോറസ്റ്റ് ഏരിയ ആയിട്ട് നമ്മൾ പ്ലാന്റേഷൻസ്, അർബൻ ട്രീ കവർ, ഇതെല്ലാം നമ്മളുടെ ഫോറസ്റ്റ് ഏരിയക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഫോറസ്റ്റ് നിയമങ്ങളൊക്കെ പലപ്പോഴും മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രീസിന്റെ കവറേജ് നമ്മളിവിടെ കുറയുന്നത് ആക്ച്വലി സ്വാഭാവികമായിട്ട് എൻവയോൺമെന്റ് ഡീഗ്രഡേഷന് കാരണമാവത്തില്ലേ. അപ്പം അത് എഫോറസ്റ്റേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ, അതായത് വനവൽക്കരണം, എഫോറസ്റ്റേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഗവൺമെന്റ് കുറെ സംഭവങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും വാട്ടർ ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് ചിലപ്പോഴൊക്കെ ഗവൺമെന്റ് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ആശയം ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രീൻ ക്രെഡിറ്റ്, ഈ ഗ്രീൻ ക്രെഡിറ്റ് ഒക്കെ ആൾക്കാർക്ക്, ഗ്രീൻ ക്രെഡിറ്റ് ഒക്കെ എന്താണ് നിങ്ങൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ഈ ഗ്രീൻ ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ റീസെന്റ് ആയിട്ട് ഒരു 1 month ബാക്ക് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്ന് ന്യൂസ് പേപ്പറിൽ വന്നപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എഫോറസ്റ്റേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം അതിൽ നമുക്ക് മരങ്ങൾ വച്ച് പിടിപ്പിക്കാം, എന്നിട്ട് ഗ്രീൻ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് സെല്ല് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അത് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഈ ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ ഉള്ളൊരു പദ്ധതി എന്നുള്ളതിനപ്പുറം ഈ ഗ്രീൻ ക്രെഡിറ്റ് സംവിധാനമൊക്കെ എത്രത്തോളം നമ്മുടെ എഫോറസ്റ്റേഷൻ ആക്ടിവിറ്റീസിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ഇത് പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പല സിറ്റികളും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, സിറ്റീസിന്റെ അകത്തുള്ള വാട്ടർ സ്കേഴ്സിറ്റി, ബംഗളൂരുവിന്റെ ഡൽഹിയുടെ എക്സാമ്പിളൂടെ പറഞ്ഞു. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാട്ടർ സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുന്നത് ബംഗളൂരു, ഡൽഹിയാണ്. അതുപോലെ സീവേജ് ട്രീറ്റ്മെന്റിന്റെ അഭാവം. ഇന്ത്യയിലെ വെറും 28% മാത്രമേ ഇന്ത്യയിലെ സിറ്റീസിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സീവേജ് ട്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ആ പ്രോബ്ലം. അതുപോലെ ലോകത്തിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസിന്റെ കൂട്ടത്തിലാണ് ഇന്ത്യയിലെ മിക്ക ബിഗ് സിറ്റീസും. അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി ഭയങ്കരമായിട്ട് കുറയുന്നു. അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് മാത്രമാണ്, അല്ലാതെ ഒരു സ്പെസിഫിക് ഏരിയ എടുത്തിട്ട് അതിന്റെ ഇൻഡെപ്ത് അനാലിസിസ് നടത്തിയേക്കുന്ന ഒരു ആർട്ടിക്കിൾ അല്ലത് എൻവയോൺമെന്റിനെ കുറിച്ച്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു റീഡ്. ഇറ്റ് ഈസ് എ ഗുഡ് ആർട്ടിക്കിൾ ഫോർ യു പീപ്പിൾ ടു ഗെറ്റ് an understanding about our environmental and climate issues. ഓക്കെ, അതിൽ സർക്കാരുകൾ എടുക്കേണ്ട നിലപാടുകളെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ യു റീഡ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മൾ പലതവണ ഇപ്പോൾ ഡിസ്കസ് ചെയ്താണ്. ഇന്ത്യൻ റെയിൽവേയുടെ സേഫ്റ്റി ചലഞ്ചസിനെ കുറിച്ചാണ്. അതും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ
ഒന്ന് രണ്ട് സേഫ്റ്റി, നമുക്ക് ഈ ട്രാക്കിലൊക്കെ സേഫ്റ്റി എൻഷുർ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതല്ല. ഒരു കാര്യം കവചിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പലതവണ ഡിസ്കസ് ചെയ്യുന്നതാണ്. കവച് ഇന്ത്യൻ റെയിൽവേ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇൻഡിജിനസ്ലി ഒരു സംവിധാനമാണ്, ആന്റി കൊളിഷൻ സംവിധാനമാണ്. രണ്ട് ട്രെയിൻസ് തമ്മിൽ ഫേസ് ടു ഫേസ് വന്നാലും it will be stopped at some distance because if that കവച് system is implemented in that particular route. പക്ഷേ കവചിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഇന്ത്യയിൽ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതിന് ഇന്ത്യൻ റെയിൽവേ പറഞ്ഞ കാര്യം, ഈ കവചിന്റെ ഇത് കവചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വെണ്ടേഴ്സ് ഇന്ത്യയിൽ കുറവാണെന്നാണ്. അപ്പൊ വെണ്ടേഴ്സ് ഇന്ത്യയിൽ കുറവാണെങ്കിൽ ഇത് ചെയ്യുന്ന കമ്പനീസ് ഇന്ത്യയിൽ കുറവാണെന്നാണ്. അപ്പൊ അത് കമ്പനീസ് ഇന്ത്യയിൽ കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള ഇൻസെന്റീവ്സ് ഓരോരോ കമ്പനീസിന് ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ കൊടുത്താൽ സ്വാഭാവികമായിട്ട് കൂടുതൽ കമ്പനീസ് ഇതിലേക്ക് വരും. അപ്പൊ അതൊക്കെ ചെയ്യണം. ഉറപ്പായിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഇല്ലായിരുന്നല്ലോ, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഗവൺമെന്റ് അപ്പൊ ഒരു PLI സംവിധാനം കൊണ്ടുവന്നു. PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അണ്ടർ ദിസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഗവൺമെന്റ് ഓഫേർഡ് എ ഹ്യൂജ് incentive to those companies which are coming to India to start their own semiconductor business. അല്ലെങ്കിൽ ഫാബ് യൂണിറ്റ്സ് ഒക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനീസിന് ഹ്യൂജ് ഏതാണ്ട് 80% വരെ ഗവൺമെന്റ് അങ്ങോട്ട് സബ്സിഡി അല്ലെങ്കിൽ ഇൻസെന്റീവ് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ PLI ഇത് കൊണ്ടുവരണം എന്നല്ല ഞാൻ പറഞ്ഞു. അതുപോലുള്ള ഇൻസെന്റീവ്സ് ഇൻഡസ്ട്രീസിന് കൊടുത്താൽ സ്വാഭാവികമായിട്ട് കവച് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കമ്പനികൾ മുന്നോട്ട് വരും. അപ്പൊ അതൊരു എക്സ്ക്യൂസ് അല്ല. പിന്നെ ഈ കവചിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന യൂറോപ്പിന്റെ ആണെന്ന് തോന്നുന്നു ETCS എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് വേറൊരു സേഫ്റ്റി സംവിധാനമാണ്, ആന്റി കൊളിഷൻ സംവിധാനമാണ് കവച് പോലെ, ETCS. ആ ETCS നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ എന്നും പറഞ്ഞൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നു. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർ അതും വായിച്ചു നോക്കുക. ഇനി ഇതിന്റെ താഴെ ഇന്ത്യ among a select few countries that have not conducted the census. ഇപ്പൊ ഇന്ത്യ 2021 സെൻസസ് നടത്തേണ്ടതായിരുന്നു. 2011 അവസാനം ഇന്ത്യയിൽ സെൻസസ് നടന്നിരിക്കുന്നത്. 2021 ഇന്ത്യ സെൻസസ് നടത്താൻ കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞത് പാൻഡമിക് മൂലമാണെന്നാണ്. അത് കോവിഡിന്റെ സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ദ ഓപ്പർച്യൂൺ ടൈം ടു കണ്ടക്ട് സെൻസസ് എന്നാണെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരുന്നത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് 3 to 4 years have already passed. Many countries, including bigger nations like China, Russia, etc., conducted census, and our neighbors like Bangladesh, even Pakistan also conducted their census recently. In 2023, Pakistan conducted their census. Sri Lanka കണ്ടക്ട് ചെയ്തില്ല. കാര്യം അവിടെ വലിയ എക്കണോമിക് ക്രൈസിസ് ആയിരുന്നുകൊണ്ട് അവർക്ക് പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, അവർ നടത്തിയില്ല. ബാക്കി മെജോറിറ്റി ഇന്ത്യയുടെ നെയ്ബേഴ്സ് നടത്തിയിട്ടുണ്ട്. ബിഗർ നേഷൻസ് പലതും ഓൾമോസ്റ്റ് എല്ലാവരും നടത്തിയിട്ടുണ്ട്. അറൌണ്ട് ഒരു 45 കൺട്രീസ് മാത്രമാണ് സെൻസസ് നടത്താത്തത്. അത് സിറിയയും അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയൊക്കെ പോലുള്ള രാജ്യങ്ങളാണ്. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്കറിയാം. ടെററിസം ഇഷ്യൂസും ഇന്റേണൽ വാറും ഒക്കെ ഉണ്ട്. യമൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വാറാണ്. ശ്രീലങ്കയിൽ എക്കണോമിക് ക്രൈസിസ് അതൊക്കെ കൊണ്ടാണ്. പക്ഷെ ഇന്ത്യക്ക് ഒരു എക്സ്ക്യൂസ് ഇനി പറയാനല്ല, എത്രയും പെട്ടെന്ന് സെൻസസ് നടത്തണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. സെൻസസ് നടത്താതിരുന്നാലുള്ള കുഴപ്പം, ഇന്ത്യയിലെ പല വെൽഫെയർ മെഷേഴ്സും സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. ഈവൻ ഇത് PMGKY, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ, GKAY, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഇതെന്നൊക്കെ പറയുന്നത് ഫ്രീ റേഷൻ ആൾക്കാരെ കൊടുക്കുന്ന സ്കീമാണ്. ഈ ഫ്രീ റേഷൻ സ്കീമിൽ നിന്ന് മാത്രം ഏതാണ്ട് 10 മില്യണാണ് ഇവിടെ പറയുന്നുണ്ടത്. ഏതാണ്ട് 100 മില്യൺ, അതായത് 10 crores ആൾക്കാർ, 100 മില്യൺ എന്ന് പറഞ്ഞാൽ 10 crores ആൾക്കാർ പുറത്താക്കപ്പെട്ടു ഈ സെൻസസ് നടത്താത്തതുകൊണ്ട്. കാര്യം 2011 സെൻസസിന്റെ ബേസിലാണ് ഇപ്പൊ ഇവിടെ ഈ പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ആൾക്കാരെയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളുടെ ST ആൾക്കാരൊക്കെ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ST ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്കൂൾ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. സ്കൂളിന്റെ പേരാണ് ഏകലവ്യ സ്കൂൾസ്. അപ്പൊ ഈ ഏകലവ്യ സ്കൂൾസ് ഓരോ ബ്ലോക്കിലും ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ ഇത്ര ഉള്ള ഓരോ ബ്ലോക്കിലും ഒരു ഏകലവ്യ സ്കൂൾ ആണ്. അവിടെ ഫ്രീ ആയിട്ട് ഈ ഷെഡ്യൂൾഡ് ട്രൈബ് കുട്ടികൾക്ക് പഠിത്തം എല്ലാം അതാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഏകലവ്യ സ്കൂള് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ബ്ലോക്കിലും എത്ര ട്രൈബൽസ് ഉണ്ടെന്നൊക്കെ അവർ തീരുമാനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് 2021 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടാതിരുന്നാൽ ഈ പോപ്പുലേഷൻ, ട്രൈബൽ പോപ്പുലേഷന്റെ ആ ഒരു നമ്പർ കറക്റ്റ് എലിജിബിൾ ആവുന്ന പല സ്ഥലങ്ങളിലും അതുകൊണ്ട് ഏകലവ്യ സ്കൂളുകൾ വന്നിട്ടില്ല. അപ്പം അത് വേറെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ്. ഇതുപോലെ വേറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 1-2 സർവേയുടെ കാര്യം അവർ പറയുന്നുണ്ട്. അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, NFHS, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, നാഷണൽ ഹൗസ് ഹോൾഡ് കൺസംഷൻ സർവേ എന്ന് പറഞ്ഞ വേറൊരു സർവേ ഉണ്ട്. ഈ സർവേകളെല്ലാം
നടത്തുന്ന ഈ സർവേകളുടെ എല്ലാ ഔട്ട്കംസ് വരുന്നവർ 2011 പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ, കാര്യം 2011 അവസാനം ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം ഈ സർവേയുടെ ക്വാളിറ്റി, ഔട്ട്കംസിന്റെ ക്വാളിറ്റിയെ പോലും ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് കറക്റ്റ് സമയത്ത് സെൻസസ് നടത്താത്തത് കൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വ്യക്തമാക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ സ്പീക്കർ, അതൊന്ന് വായിച്ചു വെക്കാം എല്ലാവരും. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ സ്പീക്കർ എന്ന് പറയുന്നത്, സ്പീക്കറിന്റെ ഡ്യൂട്ടീസ് അതിൽ മെൻഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രോടൈം സ്പീക്കർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ ഇലക്ഷൻ നടക്കാൻ പോയാണ് ഇപ്പം ഇന്ത്യയിൽ. June 26 സ്പീക്കർ ഇലക്ഷൻ നടത്തും. പ്രോടൈം സ്പീക്കറാണ് ഇലക്ഷൻ നടത്തുന്നത്. പ്രോടൈം സ്പീക്കറിനെ പറ്റി പറഞ്ഞേക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 95(1)ലാണ് പ്രോടൈം സ്പീക്കറിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. പ്രോടൈം സ്പീക്കറായിട്ട് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു MP ആണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ബൈ കൺവെൻഷൻ. അപ്പം ഇപ്പൊ അതാണ് വിവാദമൊക്കെ ആയത്. അങ്ങനെ ആക്ച്വലി അങ്ങനെയൊന്നും പറയുന്നില്ല. പ്രോടൈം സ്പീക്കറായിട്ട് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളിൽ തന്നെ എടുക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നൊന്നുമില്ല. ശരി, കൺവെൻഷൻ അങ്ങനെയായിരുന്നു, ഒരു ട്രഡീഷൻ. പക്ഷെ അതല്ലാത്ത സമയങ്ങളും ഉണ്ടായിരുന്നാണ് BJP അവകാശപ്പെടുന്നത്. കോൺഗ്രസ് തന്നെ പലപ്പോഴും ആ ട്രഡീഷൻ അല്ലെങ്കിൽ കൺവെൻഷൻ തെറ്റിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പം 95(1) ആണ് പ്രോടൈം സ്പീക്കറെ കുറിച്ച് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 94, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 94 പറയുന്നത്, ഇപ്പം ഒരു ഇലക്ഷൻ കഴിഞ്ഞ അപ്പം തന്നെ ലോക്സഭാ സ്പീക്കർ ചുമതല ഒഴിഞ്ഞ് പോകരുത്. എന്നാണോ പുതിയ ലോക്സഭാ സ്പീക്കറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് കൂടാൻ പോകുന്നത്, സെഷൻ കൂടാൻ പോകുന്നത്, അന്ന് വരെ സ്പീക്കർ തുടരണമെന്നാണ്. അതായത് ഇപ്പോൾ 24-ാം തീയതി ഇന്നാണ് പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 24-ാം തീയതി രാവിലെ വരെ അല്ലെങ്കിൽ 23-ാം തീയതി രാത്രി വരെ നമ്മളുടെ സ്പീക്കർ ഓം ബിർള ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ് അപ്പോഴേ വിട്ടുപോകാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 94 പറയുന്നത്. അപ്പം പുതിയ പ്രോട്ടേം സ്പീക്കർ 24 തൊട്ട് പ്രോട്ടേം സ്പീക്കർ അധികാരം ഏറ്റെടുക്കുക. അതുവരെയും പഴയ സ്പീക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വരെ പഴയ സ്പീക്കർ ഓം ബിർള ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആർട്ടിക്കിൾ 94 പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഇനി ആർട്ടിക്കിൾ 93 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലോക്സഭ ഷാൽ ചൂസ് 2 members ടു ബി ഇറ്റ്സ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പം ആർട്ടിക്കിൾ 93 വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലോക്സഭ 2 മെമ്പേഴ്സിനെ എന്തൊക്കെ ആക്കണമെന്ന്. ഒരു മെമ്പറിനെ ലോക്സഭ സ്പീക്കറും ആക്കണം, ഒരു മെമ്പറിനെ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറും ആക്കണം എന്നാണ് ആർട്ടിക്കിൾ 93 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതനുസരിച്ച് ഇന്ത്യക്ക് ലോക്സഭ സ്പീക്കർ എപ്പോഴും കാണും. പക്ഷേ കഴിഞ്ഞ തവണ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നോർമലിൽ ഒരു തെറ്റ് BJP ഗവൺമെന്റ് വരുത്തി. അതായത് ഒരു ഡെപ്യൂട്ടി സ്പീക്കറിനെ സെലക്ട് ചെയ്തില്ലായിരുന്നു. സ്പീക്കർ ഓം ബിർള ഉണ്ടായിരുന്നു, ദർ വാസ് നോ ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പൊ ഈ ആർട്ടിക്കിൾസ് എല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി സ്പീക്കറിന്റെ മെയിൻ റോള്, സ്പീക്കറിന്റെ റോൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റോൾ എന്താണ്? ടു കണ്ടക്ട് ദ ഡെയിലി ബിസിനസ് ഓഫ് ലോക്സഭ. ലോക്സഭയുടെ ഡെയിലി ബിസിനസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലോക്സഭയെ ചെയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് വെച്ചാൽ മണി ബില്ലാണ് എന്ന് ഒരു ബില്ലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ലോക്സഭ സ്പീക്കറാണ്. മണി ബില്ലാണ്. അതായത് മണി ബില്ലിന്റെ പ്രത്യേകം നമുക്കറിയാം. ലോക്സഭയിൽ രാജ്യസഭയിലൊക്കെ ഓരോരോ ബിൽസ് പരിഗണനയ്ക്ക് വരാറുണ്ട്. ഇതിൽ മണി ബില്ല് മാത്രം എപ്പോഴും ലോക്സഭയിലെ ഫസ്റ്റ് അവതരിപ്പിക്കാവൂ. ലോക്സഭയിൽ തന്നെ ഫസ്റ്റ് അവതരിപ്പിക്കണം എന്ന് നിർബന്ധമുള്ള ബില്ലാണ് മണി ബിൽ. ഓൾ അതർ ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എനി ഓഫ് ദ ഹൗസസ്, ലോക്സഭ or രാജ്യസഭ. ദാറ്റ് ഇസ് നോട്ട് an issue. But if a bill has been classified as money bill by the speaker of Lok Sabha, then that bill should be introduced in the Lok Sabha first. ലോക്സഭയിൽ തന്നെ ഫസ്റ്റ് അത് അവതരിപ്പിക്കണം. വൺസ് ലോക്സഭ പാസ് ചെയ്തിട്ട് രാജ്യസഭയിലേക്ക് സെൻഡ് ചെയ്യും. രാജ്യസഭ അത് പാസ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ആഫ്റ്റർ 14 days ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് പാസ്ഡ് ബൈ ദ രാജ്യസഭ. രാജ്യസഭ പാസ്സാക്കിയില്ലെങ്കിലും 14 ദിവസം കഴിയുമ്പോൾ 14 days കഴിയുമ്പോഴത്തേക്ക് അത് രാജ്യസഭ പാസ്സാക്കിയതായിട്ട് കൺസിഡർ ചെയ്യും ലോക്സഭ. അപ്പൊ ലോക്സഭയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉള്ള ബില്ലാണ് മണി ബില്ല്. അപ്പൊ ആ ഒരു ബില്ല് മണി ബില്ലാണെന്ന് ക്ലാസിഫൈ ചെയ്യുന്ന സ്പീക്കറാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്കണ്ടക്ട് ഒരു പാർലമെന്റ് MP ചെയ്താൽ അവരെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സ്പീക്കറിനുണ്ട്. പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് ഈ ബില്ലുകൾ, ഇപ്പൊ വിവാദമായിട്ടുള്ള ബില്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാർലമെന്ററി കമ്മിറ്റീസിന് ആ ബില്ലിന് അയക്കും. എന്നിട്ട് ആ പാർലമെന്ററി കമ്മിറ്റീസ് സ്റ്റഡി ചെയ്തതിനു ശേഷമായിരിക്കും ആ ബില്ല് പിന്നെ വീണ്ടും പാർലമെന്റ് അവതരിപ്പിച്ച് പാസ്സാക്കുന്നത്. അങ്ങനെ ഒരു ബില്ലിന് പാർലമെന്ററി കമ്മിറ്റീസിലേക്ക് റെഫർ ചെയ്യാനുള്ള അധികാരവും സ്പീക്കറിനാണ്. മനസ്സിലായോ? സ്റ്റാൻഡിംഗ് കമ്മിറ്റീസിലേക്കും ഒക്കെ. അപ്പൊ അതൊക്കെ സ്പീക്കറിനുള്ള അധികാരങ്ങളാണ്. പിന്നെ അതൊക്കെ അതിൽ പറയാനുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല. പിന്നെ ഈ കള്ളിക്കുറിച്ചിയിലെ ഹ്യൂജ് ട്രാജഡിയുടെ അടിസ്ഥാനത്തിൽ മെത്തനോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വായിക്കാം. അത് വായിക്കാൻ താല്പര്യമുള്ളത് വായിച്ചു നോക്കാം. മെത്തനോൾ ഈസ് എ പോയിസൺ. അത് നമുക്കറിയാമല്ലോ. എത്തനോൾ എഡിബിൾ ആണ്,
പക്ഷെ മെത്തനോൾ പോയിസൺ ആണ്. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഇന്ത്യ മേ ബി റിട്ടേണിംഗ് ഇസ്രായേൽ എ ഫേവർ വിത്ത് സപ്ലൈ ഓഫ് വെപ്പൺസ് സേസ് എക്സ് എൻവോയ്. അതായത് ഇന്ത്യ ഗാസയിൽ വാറിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന, ഹമാസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വാറിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നു എന്ന് ഇസ്രായേലിലെ പഴയ ഇന്ത്യൻ അംബാസിഡർ, ഇസ്രായേലിന്റെ പഴയ ഇന്ത്യൻ അംബാസിഡർ ആയിട്ടുള്ള ഒരാൾ, പുള്ളിയുടെ പേരൊന്നും പഠിക്കണ്ട, പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും മുസ്ലിം, അതൊരു സത്യമാണെന്നുണ്ടെങ്കിൽ മുസ്ലിം വേൾഡിലേക്ക് ഇന്ത്യക്കെതിരെ ഒരു ഫീലിംഗ് ഉണ്ടാവാൻ കാരണമാകും. കാരണം എന്ന് വെച്ചാൽ ഈവൻ സ്പെയിൻ പോലുള്ള യൂറോപ്യൻ നേഷൻസ് പോലും ഇസ്രായേലിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു നിലപാടെടുക്കുന്നു. ബിക്കോസ് ഓഫ് ദർ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഇൻ ഗാസ, ഇന്ത്യ ഈസ് സെൻഡിങ് ദം ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി റോങ്. അതിപ്പം ആരുടെ ഭാഗത്തുനിന്ന് നോക്കിയാലും. അപ്പം അതിന്റെ കാരണമായിട്ട്, അപ്പൊ അത് കൺഫേംഡ് അല്ല, അത് ഇന്ത്യ കൺഫേം ഒന്നും ചെയ്തിട്ടില്ല, അവരങ്ങനെ ഒരു ഇസ്രായേലി ഒഫീഷ്യൽ അത് പറഞ്ഞേക്കുന്നത്. 1999 കാർഗിൽ വാറിൽ, 1999 കാർഗിൽ വാറിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പല ആയുധങ്ങളും അമ്യൂണിഷൻസും തന്ന് സഹായിച്ചത് ഇസ്രായേലാണ്. ഇന്ത്യ ഈസ് നൗ ഗിവിംഗ് ദം ബാക്ക് എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതറിയത്തില്ല. അപ്പൊ അതിലൊരു ഒരു ഡ്രോണിന്റെ പേര് നീ പറയുന്നുണ്ട്, ഹെർമിസ് എന്ന് പറയുന്ന ഡ്രോണിന്റെ പേര് പറയുന്നുണ്ട്. ഈ ഹെർമിസ് ഡ്രോൺ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. ആ ഡ്രോൺസ് ഒക്കെ നമ്മൾ ഇസ്രായേലിന് സപ്ലൈ എന്നാണ് അവർ പറയുന്നത്. ഇത് അദാനിയും ഇസ്രായേലിലെ ഒരു കമ്പനിയും ചേർന്നാണ് ഇന്ത്യയിൽ ഇത് ഹൈദരാബാദിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹെർമിസ് എന്ന് പറഞ്ഞൊരു ഡ്രോൺ ആണ്. ഈ ഡ്രോൺ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പൊ അത് ഇസ്രായേലിന് കൊടുത്താ പറയുന്നത്. പക്ഷെ ഇത് ഇന്ത്യയിൽ ജോയിന്റ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ എൽബിറ്റ് സിസ്റ്റംസും ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റായ ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പും ചേർന്നാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നു എന്നൊക്കെയാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്. ഉറപ്പില്ല, അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെ ന്യൂസ് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേര് നെസറ്റ്. ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേരാണ് നെസറ്റ്. നെസറ്റ്, KNESSET ആണോ DT ആണോ എന്ന് സംശയമുണ്ട്. ഇസ്രായേലി പാർലമെന്റ്, നെസറ്റ്. ഇസ്രായേലിന്റെ കറൻസി ന്യൂ ഷെക്കൽ. ഷെക്കൽ, SHEIKEL ആണെന്ന് തോന്നുന്നു. ഷെക്കൽ ഇസ്രായേലിന്റെ കറൻസിയാണത്. പിന്നെ ആഫ്റ്റർ ഇയേഴ്സ് റഷ്യ അപ്രൂവ്സ് ഡ്രാഫ്റ്റ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് ടു ബി സൈൻഡ് വിത്ത് ഇന്ത്യ. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടൊക്കെ ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് ഉണ്ട്. അമേരിക്കയായിട്ട് മാത്രമല്ല, ഏതാണ്ട് 10-16 നേഷൻസുമായിട്ട് ഇന്ത്യക്ക് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് ഉണ്ട്. അതായത് അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ എന്തെങ്കിലും എമർജൻസീസ് വന്നാൽ ഇന്ത്യയുടെ ആർമിയുടെയും എയർഫോഴ്സിന്റെയും നേവിയുടെ ഒക്കെ ലോജിസ്റ്റിക്സ്, ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ പോർട്ടുകൾ, നേവൽ പോർട്ടുകൾ, എയർഫോഴ്സിന്റെ എയർപോർട്ടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ അമേരിക്കയായിട്ട് ഇന്ത്യക്ക് ലോജിസ്റ്റിക് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് യൂസ് ചെയ്യാം. അതുപോലെ അമേരിക്കയിൽ ഇത്രയുള്ള സംവിധാനങ്ങൾ ഇന്ത്യൻ ആർമിക്കും നേവിക്കും എയർഫോഴ്സിനൊക്കെ യൂസ് ചെയ്യാം അണ്ടർ എമർജൻസി കണ്ടീഷൻസ്. ദാറ്റ് ഈസ് നോട്ട് എസ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. ഇന്ത്യക്ക് US-ഉമായിട്ടുള്ള ലോജിസ്റ്റിക്സ് എഗ്രിമെന്റിന്റെ പേര് ലിമോവ എന്നാണ്. LEMOA. ഇന്ത്യക്ക് US-ഉമായിട്ടുള്ള ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ് എന്നാണ്. ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ്. ഇത് US-ഉമായിട്ടുള്ളതാണ്. ഇന്ത്യ US. ഇതേ ലൈനിൽ ഇന്ത്യ റഷ്യയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ആ എഗ്രിമെന്റിന്റെ പേര് RELOS എന്നാണ്. RELOS, റഷ്യയുമായിട്ട് സെയിം ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. RELOSന്റെ എക്സ്പാൻഷൻ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. റെസിപ്രോക്കൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഈ പേജില് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നീറ്റിന്റെ കണ്ടക്ട് ഒക്കെ CBI അന്വേഷിക്കാൻ പോയാ അതിന്റെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പാർലമെന്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇതിനെ കുറിച്ച് പ്രസ്താവന നടത്താൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനാണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. പിന്നെ നെക്സ്റ്റ് പേജിൽ നമ്മൾ പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പുഷ്പക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പുഷ്പക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുഷ്പക് എന്ന് പറയുന്നത് ISRO ഡെവലപ്പ് ചെയ്ത റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ്. വാട്ട് ഈസ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ? RLV. നമ്മളിപ്പോ നമ്മളുടെ GSLV, PSLV, SSLV ഇതുപോലുള്ള ലോഞ്ച് വെഹിക്കിൾസ്, ജിയോ സിങ്ക്രണസ് ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, സ്മോൾ സിങ്ക്രണസ് ലോഞ്ച് വെഹിക്കിൾ, അങ്ങനെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, SSLV, ഇതൊക്കെയാണ് ISROയുടെ ലോഞ്ച് വെഹിക്കിൾസ്. സാറ്റലൈറ്റ്സ് ഒക്കെ
സ്പേസിൽ കൊണ്ടുപോകാൻ. ഈ ലോഞ്ച് വെഹിക്കിൾസ് ഒക്കെ റീയൂസബിൾ അല്ല. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോയി. പക്ഷേ ലോകത്തിലെ അമേരിക്ക പോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇപ്പൊ കൂടുതൽ RLVs ആണ് യൂസ് ചെയ്യുന്നത്. RLV, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ്. നമ്മൾ ലോറിയിൽ ഒരു സാധനം ഒരിടത്തുനിന്ന് വേറെ ഇടത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്താൽ അതോടുകൂടി ആ ലോറി ഉപേക്ഷിക്കും ഇല്ല, വീണ്ടും ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അനദർ പർപ്പസ്. Likewise, for satellite launching also, reusable launch vehicles can be used. Once take the example of ISRO. Once they are using this Pushpak തൽക്കാലം ഇട്ടേക്കുന്ന പേരാ, Pushpak RLV for launching a satellite into space. That can be again bring back to the Earth, and once again it can be used for another launch. Likewise, for multiple launches it can be used, these reusable launch vehicles. It is very cost effective because അത് നശിച്ചു പോകാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാവുന്നതുകൊണ്ട് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതാണ് RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. ISRO ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഇപ്പോൾ അവർ കൊടുത്ത പേര് പുഷ്പക് എന്നാണ്. അതിന്റെ ലാസ്റ്റ് എക്സ്പെരിമെന്റ്, ഫസ്റ്റ് 2 എക്സ്പെരിമെന്റ്സും സക്സസ്ഫുൾ ആയിരുന്നു. തേർഡ് വൺ ഹാപ്പൻഡ് യെസ്റ്റർഡേ. 3 test flights were actually planned by ISRO for this Pushpak RLV, and 3 of them were successful, and I think they can now commence the commercial production of these RLVs. അപ്പോൾ ഇത് ചിത്രദുർഗ കർണാടകയിലാണ് ഇതിന്റെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ചിത്രദുർഗ കർണാടകയിലാണ് ഇത് നടത്തിയത്. അതിനെക്കുറിച്ച് ആർട്ടിക്കിളാണ്. ഇനി കോബ്ര എന്ന സംഭവം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്നലെ 2 കോബ്ര കമാൻഡോസ് കില്ല് ചെയ്യപ്പെട്ടു. ആന്റി നക്സലൈറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് CRPFന്റെ ഒരു വിങ് ഉണ്ട്, അതിന്റെ പേരാണ് കോബ്ര. CRPF ഈസ് എൻഗേജ്ഡ് ഇൻ ആന്റി നക്സലൈറ്റ് ഓപ്പറേഷൻസ്. സ്പെഷ്യലീസ്റ്റ് CRPF കേഡർ എൻഗേജ്ഡ് ഇൻ ആന്റി നക്സലൈറ്റ് ഓപ്പറേഷൻസ്. അതാണ് കോബ്ര. കോബ്രയുടെ എക്സ്പാൻഷൻ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. കോബ്ര കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. അതുപോലെ വേറൊരു കാര്യം, ഇത് പക്ഷേ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഒന്നും ആയിട്ടില്ല, ഒരു നല്ലൊരു പോസിറ്റീവ് ഹോപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസർ ബ്ലഡ് സാമ്പിൾ ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ബ്ലഡിൽ നിന്ന് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്ക് ഇന്ത്യയുടെ 2 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠനം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് CSIR ഉണ്ട്. CSIR അറിയാമല്ലോ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIR ഉണ്ട്. CCMB എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. CCMB എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി. സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി. ഇറ്റ് ഈസ് ഇൻ ഹൈദരാബാദ്. സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി, ദാറ്റ് ഈസ് ഇൻ ഹൈദരാബാദ്. അത് CSIRന്റെ സ്ഥാപനമാണ്. അവരും നമ്മളുടെ സ്വന്തം RCC റീജിയണൽ ക്യാൻസർ സെന്റർ, തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററും ചേർന്ന് ബ്ലഡ് സാമ്പിളിൽ നിന്ന് ബ്രസ്റ്റ് ക്യാൻസർ പിന്നീട് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംവിധാനം കണ്ടെത്തുന്നതിലേക്ക് ഏതാണ്ട് അവരുടെ റിസർച്ചസ് വിജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ കാണാം. അങ്ങനെയാണെങ്കിൽ അത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും. ഓക്കെ, പിന്നെ മണി വേസ്റ്റ് വേണ്ട. വേൾഡ് പേജിൽ പോകുമ്പോൾ ഒന്നും പറയാനില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് അഡീഷണൽ കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ സ്പോർട്സിൽ T20 വേൾഡ് കപ്പ്, യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത് അറിയാലോ. യൂറോ കപ്പ് നടക്കുന്നത് എവിടെയാണ്? ജർമ്മനിയിൽ. കോപ്പ അമേരിക്ക എവിടെയാണ് നടക്കുന്നത്? കാനഡയിലാണെന്ന് തോന്നുന്നല്ലേ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അല്ല, കോപ്പ അമേരിക്ക നടക്കുന്നത് US-ലല്ലേ? US-ലാണെന്ന് തോന്നുന്നു അത് കോപ്പ അമേരിക്ക. അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. പിന്നെ നാഡയുടെ ഒരു ന്യൂസ് ഉണ്ട്. നാഡ മീൻസ് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. നാഡ എന്താണ്? നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ, സ്പോർട്സിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനാണ്, അല്ലെങ്കിൽ സ്റ്റിമുലൻസ്, പെർഫോമൻസ് സ്റ്റിമുലൻസ് യൂസ് ചെയ്യുന്നതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ബജ്രംഗ് പൂനിയെ ഇപ്പൊ നാഡ ബാൻ ചെയ്തു. ബജ്രംഗ് പൂനിയ ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസ്ലറാണ് ബജ്രംഗ് പൂനിയ. ഹീസ് an Olympic medal winner, but he has been banned by NADA for refusing to give urine samples for testing. Urine sample പരിശോധിച്ചാണ് ഒരു ഡോപ്പിംഗ് നടത്തിയിട്ടുള്ളത് കണ്ടെത്തുന്നത്. അത് അദ്ദേഹം റെഫ്യൂസ് ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ടാണ് നാഡ ബജ്രംഗ് പൂനിയെ ബാൻ ചെയ്തത്. പിന്നെ മാക്സ് വെർസ്റ്റാപ്പൻ ഫോർമുല 1 സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്തു. മാക്സ് വെർസ്റ്റാപ്പൻ വേൾഡ് ചാമ്പ്യൻ ആണ്. F1 റേസിലെ, ഫോർമുല 1 റേസിലെ വേൾഡ് ചാമ്പ്യൻ ആയ
മാക്സ് വെർസ്റ്റാപ്പൻ റെഡ് ബുൾ എന്ന് പറഞ്ഞ ടീമിന്റെ ഡ്രൈവറാണ്, റെഡ് ബുൾ ടീമിന്റെ ഡ്രൈവർ. അദ്ദേഹം ഇന്നലെ സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറഞ്ഞ F1 റേസ് വിൻ ചെയ്തു. ഇപ്രാവശ്യം മിക്കവാറും അദ്ദേഹം തന്നെ ആയിരിക്കും വേൾഡ് ചാമ്പ്യൻ ആവാൻ പോകുന്നത്. തുടർച്ചയായിട്ട് 3 തവണയായിട്ട് അദ്ദേഹം വേൾഡ് ചാമ്പ്യനാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഹിന്ദുവിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇനി പിന്നെ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ പ്രോമിസസ് ടു ലുക്ക് ഇൻ ടു ഫോറസ്റ്റ് ക്ലിയറൻസ് ഫോർ 72,000 crore ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്. ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? ജുവൽ ഒറാം. ജുവൽ ഒറാം ആണ് ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ജുവൽ ഒറാം. അദ്ദേഹം പറഞ്ഞേക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്, ഇതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്ന് പറയുന്നത് 72,000 crores ഒരു വലിയ പ്രോജക്റ്റ് ആണ്. എയർപോർട്ടും ഒരു പവർ പ്ലാന്റും അതുപോലെ ഒരു ടൗൺഷിപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ പ്രോജക്റ്റാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ. ഇതിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാവും, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്ന് പല പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. NGT ഇതിന്റെ ഒരു കേസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. NGT മീൻസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അതാണ് ഇത് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കോടതി. അത് അങ്ങനെയുള്ള കേസുകൾ കൺസിഡർ ചെയ്യാനുള്ള കോടതി NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അതിന്റെ ചെയർപേഴ്സൺ പ്രകാശ് ശ്രീവാസ്തവയാണ്. പ്രകാശ് ശ്രീവാസ്തവ. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ ടീസ്റ്റാ റിവറിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. ടീസ്റ്റാ റിവർ എവിടെ നടന്നിരിക്കുക? ടീസ്റ്റാ റിവർ വാട്ടർ ഷെയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങൾ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. ടീസ്റ്റാ റിവർ ഈസ് എ river flowing from West Bengal to Bangladesh. West Bengal to Bangladesh. Previously there was one undivided Bengal during the partition of India. That part of Bengal went to East Pakistan. അതിന്റെ ബംഗ്ലാദേശ്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ എന്തായാലും ടീസ്റ്റാ റിവർ ഈസ് എ റിവർ ഫ്ലോയിങ് ഫ്രം ബംഗാൾ ടു ബംഗ്ലാദേശ്. അപ്പൊ ഇതിന്റെ പേരിൽ അവിടുത്തെ വാട്ടർ ഷെയർ ചെയ്യുന്ന പേരിൽ ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ ന്യൂസുകൾ. അത് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇന്നലത്തെ ന്യൂസുകളൊന്ന് ഓടിച്ചു നോക്കാം. ഗവൺമെന്റ് NTA ചീഫിനെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചീഫിനെ റിമൂവ് ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി GST ആയിട്ട് ബന്ധപ്പെട്ട GST കൗൺസിലിന്റെ മീറ്റിംഗ് നടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് നടന്നു. GST കൗൺസിൽ മീറ്റിംഗ്. വാട്ട് ഈസ് GST കൗൺസിൽ? GST കൗൺസിൽ ഈസ് ദ body to take decision regarding implementation of GST in India, and its chairperson is Finance Minister of India, and its members are state finance ministers. അപ്പൊ അതിന്റെ മീറ്റിംഗിൽ അങ്ങനെ ഔട്ട്കം ആയിട്ട് അങ്ങനെ പറയാൻ വലിയ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇപ്പൊ GST കൗൺസിൽ മീറ്റിംഗ്. പിന്നെ വേറെ ഒന്നും അവിടെ പറയാല്ല. എൻ്റെ അടുത്ത പേജ് പോകുമ്പോ ഇവിടെ ഒന്നുമില്ല. അതിന്റെ അടുത്ത പേജ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സേനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹരിയാന ചീഫ് മിനിസ്റ്റർ ആരാണ്? നയാബ് സിംഗ് സേനി. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കാണാം. നയാബ് സിംഗ് സേനി. പിന്നെ വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ന്യൂഡൽഹി ധാക്ക to begin talks on comprehensive economic ties എന്ന ന്യൂസ് കാണാം. അത് ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഇപ്പൊ ഇന്ത്യ വിസിറ്റ് ചെയ്തു. എപ്പോഴും ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശ് മീറ്റിങ്ങുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത് കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. കണക്ടിവിറ്റി മീൻസ് നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റുകളിലേക്കും ബംഗാളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ. നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റുകളുടെ കാര്യം നമുക്കറിയാം. they are actually dependent on many other states for their needs. They have no production, they have no industries, nothing. Least developed states ആണ്. സോ ബംഗാളിൽ നിന്നൊക്കെയാണ് മിക്കവാറും അവർക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഈ സാധനങ്ങൾ ബംഗാളിൽ നിന്ന് ഡയറക്ട്ലി നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ ബിക്കോസ് ഓഫ് ദ ലാൻഡ് ലോക്ക്ഡ് നേച്ചർ ഓഫ് മെനി ഓഫ് ദോസ് സ്റ്റേറ്റ്സ് ആൻഡ് ഹില്ലി ടെറൈൻ, അത്തരത്തിലുള്ള പ്രോബ്ലംസ് മൂലം ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. ബട്ട് ദിസ് പ്രോബ്ലം ക്യാൻ ബി എലിമിനേറ്റഡ് if we get permission from Bangladesh to use their territory. നമ്മളെ രാജ്യത്ത് നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് പോകാൻ ഏറ്റവും നല്ലത് ബംഗ്ലാദേശിൽ കൂടെ പോകുന്നതാണ്. അപ്പൊ അതാണ് ഈ കണക്ടിവിറ്റി എന്നുള്ളത് ഉദ്ദേശിച്ചത്. അപ്പൊ അതിനവർ പല സ്ഥലങ്ങളിൽ സമ്മതിച്ചിട്ടുണ്ട്, പല പോർട്ടുകൾ യൂസ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിപ്പം അത് വീണ്ടും ആ ഒരു സഹകരണം, കോഓപ്പറേഷൻ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ബംഗ്ലാദേശിൽ പവർ പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ആ പവർ പ്ലാന്റുകളിൽ നിന്ന് നമുക്കും പവർ കിട്ടും അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട്.
മൈത്രി തെർമൽ പവർ പ്ലാന്റ് അത്തരത്തിലുള്ള ഒരു പവർ പ്ലാന്റ് ആണ്. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കുന്നതായിരിക്കും. മൈത്രി തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ബംഗ്ലാദേശിലാണ്. ഇന്ത്യയാണ് സ്ഥാപിക്കുന്നത്. മൈത്രി എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. മൈത്രി തെർമൽ പവർ പ്ലാന്റ്. പിന്നെ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയുടെ പേരൊക്കെ ഇവിടെ പറഞ്ഞത്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയാണ് വിനയ് ക്വാത്ര. ഫോറിൻ മിനിസ്റ്റർ നിങ്ങൾക്കറിയാം ജയശങ്കർ. ഫോറിൻ സെക്രട്ടറി വിനയ് ക്വാത്ര. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടീസ്റ്റ റിവർ വാട്ടർ ഇഷ്യൂന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ടീസ്റ്റ റിവർ വാട്ടർ ഇഷ്യൂന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ റിവർ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ നടന്നതാണ്. പിന്നെ ബംഗ്ലാദേശുകാർക്ക് ഇന്ത്യ മെഡിക്കൽ വിസാസ് ഇഷ്യൂ ചെയ്യാൻ പോയാണ്. അതായത് മെഡിക്കൽ നീഡ്സിന് വേണ്ടി ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ. അതിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ കനിഷ്ക ട്രാജഡിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട് ഇവിടെ. 1985 കനിഷ്ക ട്രാജഡി. എയർ ഇന്ത്യയുടെ കനിഷ്ക എന്ന് പറയുന്ന ഫ്ലൈറ്റ് 1985 കാനഡയിൽ നിന്ന് പറന്നുയരുമ്പോൾ കാനഡയിലെ മോൺട്രിയലിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്ലെയിൻ 1985 അത് ഹീത്രൂ എന്ന് പറയുന്ന ലണ്ടനിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എക്സ്പ്ലോഡ് ചെയ്ത് അതിലുണ്ടായിരുന്ന മുഴുവൻ പാസഞ്ചേഴ്സും മരിച്ചു പോകും. അത് സിഖ് ടെററിസ്റ്റുകൾ ചെയ്തതാണ്. അതിന്റെ കാര്യം 84 ഇന്ദിരാഗാന്ധി പിന്നീട് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തുന്നതിന് പ്രതികാരമായിട്ട് ഇന്ദിരാഗാന്ധിയെ തന്നെ 84 കില്ല് ചെയ്തു. 85 പിന്നെ ഈ കനിഷ്ക എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിന് അവര് ബോംബ് വെച്ച് നശിപ്പിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ന്യൂസ് അവിടെ കാണാം. പിന്നെ ഈ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ അതും വേണ്ട, അതെല്ലാം പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഞാനിപ്പോ ഇവിടെ നിന്ന് അതിനെക്കുറിച്ച് വീണ്ടും ന്യൂസ് ഉണ്ട്. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ICMR. അതുപോലെ ഭാരത് ബയോടെക് ഇവർ രണ്ടുപേരും ചേർന്നാണ് കോവാക്സിൻ ഡെവലപ്പ് ചെയ്തത്. കോവാക്സിൻ പക്ഷേ അതിന്റെ IPR വേണ്ടി ഫയൽ ചെയ്തപ്പോൾ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് വേണ്ടി ഫയൽ ചെയ്തപ്പോൾ ICMR പേര് ഒമിറ്റ് ചെയ്തിട്ട് ഭാരത് ബയോടെക് അവരുടെ പേര് മാത്രം ഫയൽ ചെയ്തു. അത് വൻ വിവാദമായി. അപ്പൊ അവര് പറഞ്ഞേക്കുന്ന ഭാരത് ബയോടെക് പറഞ്ഞു ഇറ്റ് വാസ് നോട്ട് ഇന്റൻഷണൽ, ഇറ്റ് വാസ് എ ഹ്യൂമൻ എറർ. So we are going to rectify it and we are going to refile for IPR എന്നാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. ഓക്കെ, പേറ്റന്റ് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴാണ് അവരങ്ങനെ ചെയ്തത്. പിന്നെ ഇപ്പൊ ഇന്ത്യയിൽ നിലവിൽ വരാമാണ് ഈ ജൂലൈ 1 ഇന്ത്യയിൽ ഭാരതീയ ന്യായ സംഹിതയ്ക്കാണ് നിലവിൽ വരാൻ പോണ. ഇന്ത്യൻ പീനൽ കോഡിന് പകരം IPCക്ക് പകരം ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത. ഇതില് ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, പുരുഷനെ റേപ്പ് ചെയ്താൽ, സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതിന് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ലോസ് ഉണ്ട് അവർക്ക് അതിന് അഗേൻസ്റ്റ് ആയിട്ട്. ബട്ട് ഇഫ് എ മാൻ ഈസ് റേപ്ഡ്, അത് നടന്നൂടെ? ഒരു മാനിനെ മാൻ തന്നെ റേപ്പ് ചെയ്യാം, ഒരു മാനിനെ ഒരു കൂട്ടം വിമന് വേണമെങ്കിൽ റേപ്പ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ മാൻ റേപ്പ് ചെയ്യപ്പെട്ടാൽ അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാനുള്ള ഒരു സെക്ഷനും ഇനി വരാൻ പോകുന്ന ഭാരതീയ ന്യായ സംഹിതയിലില്ല. അതിന്റെ ഒരു ഷോർട്ട് കമ്മിങ് ആയിട്ട് ഇപ്പൊ പറഞ്ഞേക്കുന്നത് കണ്ട, ഇവിടെ പറയുന്നുണ്ട്, ന്യൂ ക്രിമിനൽ ബിൽ ഹാസ് നോ സെക്ഷൻ ഓഫ് റേപ്പ് ഓഫ് മെൻ ഓൺ ട്രാൻസ്ജെൻഡർ പീപ്പിൾ. ട്രാൻസ്ജെൻഡർ ആൾക്കാരെയും റേപ്പ് ചെയ്യാം. അപ്പൊ ഇവർക്കെതിരെ ഇതിനെതിരെ ഒരു പ്രൊവിഷൻ ഇല്ല. മുമ്പുണ്ടായിരുന്ന സെക്ഷൻ 377 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്, സെക്ഷൻ IPCയിൽ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 377. പക്ഷെ അതും ഇപ്പൊ സുപ്രീം കോടതി എടുത്ത് കളഞ്ഞ സെക്ഷനാണ്. സെക്ഷൻ 377 എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനലൈസ് ചെയ്യുകയും ഒപ്പം ഈ മെന്നിനെ റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്താൽ അതിന് ഡീൽ ചെയ്യാനുള്ള സംഭവമായിരുന്നു. അതിന് പകരം ഒരു സംഭവം ഭാരതീയ ന്യായ സംഹിതയിൽ ഇല്ല. അതൊരു പ്രോബ്ലം ആണ്. അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ അവിടെ കാണാം. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. പ്രോഗ്രാം ടു ഫാസ്റ്റ് ട്രാക്ക് ട്രാവലർ ഇമിഗ്രേഷൻ ഓൺ ലോഞ്ച് അറ്റ് IGA എയർപോർട്ട്. ഞാൻ 2-3 രാജ്യങ്ങളിൽ വിസിറ്റ് നടത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് വിസിറ്റിന് പോകുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇമിഗ്രേഷൻ ഉണ്ട്. ഇവിടുന്ന് പോകുന്ന സമയത്ത് അവിടെയുണ്ട് ഇമിഗ്രേഷൻ ചെക്കപ്പ്. തിരിച്ചു വരുമ്പോൾ ഇന്ത്യയുടെ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഉണ്ട്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ ബംഗളൂരു എയർപോർട്ടൊക്കെ പോലുള്ള സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുപിടിച്ച എയർപോർട്ടുകളാണ്. ഇവിടെ ഈ ഇമിഗ്രേഷന്റെ സ്ഥലത്തൊക്കെ വൻപൻ ക്യൂ ആണ്. അവിടെ ആകെപ്പാടെ ചന്ത പോലെ ആയിപ്പോവും. അപ്പം ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ചിലപ്പോൾ എടുത്താലും ആ ഒരു പ്രശ്നം തീരത്തില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം ഇന്ത്യയുടെ ഹോം മിനിസ്ട്രി ഒരു സംഭവം ഡെവലപ്പ് ചെയ്തു. FTI TTP എന്നാണ്. ആദ്യമായിട്ട് വന്ന ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിലാണ്.
FTA TTP and expansion. The fast track immigration trusted travel program. Fast track immigration trusted traveler program. Fast track immigration trusted traveler program. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫോറിൻ രാജ്യത്ത് പോകുന്നെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു പോർട്ടലിൽ കയറിയിട്ട് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. അത് ഈ പോർട്ടൽ എനിക്ക് തോന്നുന്നു അത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ കയ്യിലാണ് ആ പോർട്ടൽ ഇരിക്കുന്നത്. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ആണ് ആ പോർട്ടൽ നടത്തുന്നത്. ആ പോർട്ടലിൽ കയറി നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലെയിനിൽ യാത്ര നടത്തുന്ന സമയത്ത് നമ്മളുടെ ഒരു ഈ ഗേറ്റ് കാണും. ഈ ഗേറ്റിന്റെ അവിടെ ചെല്ലുമ്പോൾ അവർ വെരിഫൈ ചെയ്യും, നമ്മൾ സ്കാൻ ചെയ്യും. നമ്മളുടെ എനിക്കൊന്ന് ഫേഷ്യൽ സ്കാനിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ പാസ് അവർ സ്കാൻ ചെയ്യും. പാസ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ പോർട്ടലിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് തുറക്കുകയാണ്. ഈ ഗേറ്റ് തുറന്ന് നമുക്ക് കയറി പോകാം. എന്ത് എളുപ്പമാണ്. അപ്പം എയർപോർട്ടിൽ ഇമിഗ്രേഷന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അത് ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആണ്. ആദ്യം ഇവിടേക്കാണ് വരുന്നത്, ഫ്യൂച്ചറിൽ എല്ലായിടത്തും വരും. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ അത് ആദ്യം വന്ന് അമിത്ഷാ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തത് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇവിടെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് പറയാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ല. സയൻസ് പേജ് ഉണ്ട്, സൺഡേ ഉണ്ട്, അത് വേണ്ട. FAQ പേജ് ഉണ്ട്. അതിൽ ഒരു കാര്യം, വേർ ഡസ് ഇന്ത്യ സ്റ്റാൻഡ് വിത്ത് റെസ്പെക്ട് ടു G7 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. കാര്യം G7 ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ് ആണ്. അതിൽ ഇന്ത്യ ഇല്ല. പക്ഷെ സ്റ്റിൽ India is getting invitation to attend G7 summit during the last 11 years. Narendra Modi alone participate in 5 G7 summits. They are attaching very much importance to India in G7. അപ്പോൾ എന്തുകൊണ്ടാണ് G7 ഇന്ത്യക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ. പിന്നെ ഹീറ്റ് വേവ്സ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഈ ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഉഷ്ണതരംഗം അതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കൂട്ടുള്ളൂ. നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കൂട്ടിയില്ലെങ്കിൽ ഈ സെൻട്രൽ അസിസ്റ്റൻസ് ഒന്നും ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ ഹീറ്റ് വേവ്സിന് ഇതുവരെയ്ക്കും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കരുതിയിട്ടില്ല. അപ്പം അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. താല്പര്യമുള്ളത് വായിച്ചു നോക്കുക. ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വായിച്ചു നോക്കാൻ പറയുന്നത്. പിന്നെ റെയിൽവേയുടെ ആക്സിഡൻസിന് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിലും ഉണ്ട്, അത് ഇന്നലെ സൺഡേയിലും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പേജില് നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ന്യൂ ക്യാമ്പസ് ഒക്കെ പ്രൈം മിനിസ്റ്റർ മോഡി ഇനാഗുറേറ്റ് ചെയ്തു. നളന്ദ യൂണിവേഴ്സിറ്റി മെയിൻലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളെല്ലാം കൂടെ ആണ് അതിന്റെ ഫണ്ടിങ് കൊടുക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ഈ തായ്ലൻഡും ഫിലിപ്പൈൻസും വിയറ്റ്നാമും കംബോഡിയയും മ്യാൻമറും ലാവോസും എല്ലാം അതിനകത്ത് വരും. അപ്പം ആ രാജ്യങ്ങൾക്കെല്ലാം ഹിസ്റ്റോറിക് ബുദ്ധിസമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങളാണ്. അപ്പം ബുദ്ധിസമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങളെല്ലാം നളന്ദ യൂണിവേഴ്സിറ്റിയുടെ റിവൈവലിനെ സഹായിക്കുകയാണ്. നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ഒരു ഈ എന്താ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി, ആദ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണമായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ ഫസ്റ്റ് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആയിരുന്നാ പറയുന്നത് ലോകത്തിൽ. ഫസ്റ്റ്, അതായത് അവിടെ താമസിച്ചായിരുന്നു എല്ലാവരും പഠിക്കുന്നത്. ഫസ്റ്റ് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പൊ അതിന്റെ റിവൈവലാണ്. ഇപ്പൊ നളന്ദ എവിടെയാണ്? ബീഹാറിലാണ്. അപ്പൊ അതിന്റെ കാര്യമാണ്. പിന്നെ പേമ ഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ. പേമ ഖണ്ഡു അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ. പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു ആണെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പവൻ കല്യാൺ, അദ്ദേഹത്തിനെ കുറിച്ചൊരു ആർട്ടിക്കിളൊക്കെ അവിടെ കാണാം. പിന്നെ PM മോഡി ലൈക്ലി ടു സ്കിപ്പ് SCO സമ്മിറ്റ് ഇൻ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. SCO എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഈ വർഷം തൊട്ട് ഇറാൻ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിന്റെ ഇപ്പോഴത്തെ മീറ്റിംഗിൽ മോഡി പങ്കെടുക്കുന്നില്ല. അതിന്റെ കാര്യം മനഃപൂർവ്വം പങ്കെടുക്കാത്ത അല്ല എന്നുള്ള രീതിയിലാണ് വായിക്കുന്നത്. ജൂലൈ 3 to 4 ആണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഈ ജൂലൈ 3 to 4 സമയത്ത് ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിന്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ പ്രസിഡന്റ് ദ്രൗപതി മർമുവിന്റെ കസ്റ്റമറി അഡ്രസ് ആണ് ഒരു ലോക്സഭ പുതുതായിട്ട് വരുമ്പോൾ നടക്കേണ്ട ആദ്യത്തെ പരിപാടി. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. അപ്പം അത് മോഡിയാണ് ചെയ്യേണ്ടത്. അതൊക്കെ കൊണ്ടാണ് പങ്കെടുക്കാത്തത് പറയുന്നു. പക്ഷെ സ്റ്റിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അപ്പൊ SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് ഇപ്രാവശ്യം നടക്കേണ്ടത് അസ്താനയിൽ വെച്ചാണ്. അസ്താന, ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റലായ അസ്താനയിൽ വെച്ച്.
അല്ല സോറി, ഉസ്ബെക്കിസ്ഥാന്റെ അല്ല, കസാക്കിസ്ഥാന്റെ. ഓക്കെ, അപ്പോൾ ഈ SCOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെയ്ജിങ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ചൈനയിലെ ബെയ്ജിങ്, അത് നോക്കിക്കൊള്ളണം. പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. പിന്നെ സ്പോർട്സ് പേജുകളാണ്. സ്പോർട്സ് പേജിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആരാണ്? സുമിത് നഗൽ. ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ സുമിത് നഗൽ. He is in the 71st position in the world tennis ranking. That's why he got entry to the Paris Olympics. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ടെന്നീസ് ടീമിൽ 3 പേരേ ഉള്ളൂ. ഒന്ന് സുമിത് നഗൽ സിംഗിൾസിൽ, ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയും ശ്രീരാം ബാലാജിയും. രോഹൻ ബൊപ്പണ്ണ, BOPANN, രോഹൻ ബൊപ്പണ്ണ ആൻഡ് ശ്രീരാം ബാലാജി. ഈ 3 പേര് ചേർന്ന ടീമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ടെന്നീസ് ടീം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് ഇന്നലത്തെ ഹിന്ദു ഞാൻ ഒരുവിധം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് എനിക്ക് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. ഐ ഓൾസോ നോ ഇറ്റ് വെരി വെൽ. അപ്പോൾ അതുകൊണ്ട് ആഫ്റ്റർ ഗെറ്റിംഗ് ആൻ ഇൻസൈറ്റ് അബൌട്ട് ഓൾ ദോസ് ന്യൂസ്, യു ഷുഡ് thoroughly read all those news if you want an in-depth analysis of all the news happening around us. Okay, thank you so much.